3, 4. ഇന്ദ്രരത്നം. ഹായ് ഇന്ദ്രരത്നം. നല്ല ശബ്ദം, നല്ല ശബ്ദം. സംശയമുണ്ടോ? എല്ലാവർക്കും ഹായ്. ഞങ്ങളിന്ന് എല്ലാ ദിവസത്തെ പോലെ ഇന്നും ഞങ്ങൾ അതെ റീലൊക്കെ പോവാ. എന്തിനു വേണ്ടി പോവാ? എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാറും അതെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ അവിടെ ഒരു കടലയും കൂടി ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടി പോവാ. അപ്പൊ എങ്ങനെയാ ജസ്റ്റ് നമ്മുടെ ഇതൊക്കെ തോന്നെങ്കിലും അങ്ങനൊന്നുമില്ല. മറ്റേ സാധനം പറഞ്ഞാലോ അവനെ മറ്റേ റൊണുമായിട്ട് ഇന്ന് മീറ്റിംഗ് വെച്ചാണ്. അതെ റൊണാൾഡോ. റൊണാൾഡോ അത് വേണ്ടേ, അത് അത് വേണ്ട വേണ്ട. നമ്മുടെ സെറ്റിന്റെ ഡിസ്മോന്റെ ഓട്ടോ കണ്ടിട്ടേ നമ്മള് റോണോന്ന് വിളിക്കും. നമ്മുടെ റൊണാൾഡോ ഇല്ല, നമ്മുടെ റോണോ വിളിച്ച് അടുത്ത ദിവസം ഒരു മീറ്റപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, സൂം മീറ്റ്. അപ്പൊ ഇപ്പൊ ഇന്ന് ഞങ്ങള് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ പരിചയമുള്ള ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കണേ. തൊട്ടടുത്ത് തന്നെയാണ്. ഏതാന്ന് പക്ഷെ ഞങ്ങൾ പറയില്ല, സർപ്രൈസ്. അതെ ഇത് അനൂപ് സജി ഫ്രം ആലപ്പുഴ. വീട്ടുപേര്, വീട്ടു നമ്പർ, ഇപ്പൊ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഞങ്ങള് ഡെസ്റ്റിനേഷൻ എത്തണുള്ളൂ കേട്ടോ. എന്റെ അപ്പുസൈദാക്കി അവിടെ പിന്നെ പുള്ളി മറ്റേ വ്ളോഗ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് തലേദിവസം മുതലിരുന്നുള്ള ഡിക്ഷണറി കുത്തി പിടിച്ചിരുന്നു. വ്ളോഗ് ചെയ്യണം എന്ന് വിചാരിച്ചോണ്ടിരിക്കാന്നുണ്ട് കുറെ നാളെ. ഇതുവരെ നടന്നില്ല. ഇന്നാണ് പിന്നെ ഇതൊരു അവസരം ഒത്തു വന്നേ. അതെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ പിള്ളേച്ച നൊണ അറിയാന്ന് വിചാരിക്കുന്നത്. പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കമന്റ്സ് ഒക്കെ കുറവാണല്ലോ. പിന്നെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ കമന്റ്സ് കുറവാണ്. ഞാൻ തുറന്നു നോക്കാറുണ്ട്. ഞാൻ നോട്ടിഫിക്കേഷൻ എപ്പോഴും വായിക്കാണ്ടല്ലോ. അതല്ലേ ഞാൻ തുറന്നു നോക്കാത്ത. ഞാൻ റിപ്ലൈ കേട്ടിട്ടാ. ആണോ? ഞാൻ നോക്കാറൊന്നുമില്ലേ. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയ്ക്കായി നിങ്ങൾ എല്ലാരും വെയിറ്റിംഗ് ആണെന്ന് നമുക്കറിയാം. എല്ലാ ദിവസവും ഞങ്ങൾ വീഡിയോ ഇട്ട് ഉറപ്പിക്കുന്നുണ്ടെങ്കിലും അതെ. അപ്പൊ അതെ അത്രയുള്ളൂ. ഞാൻ പുറത്തിറങ്ങി. കൊറേ അളിയന്മാര് വന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് നാണമാനൊന്നുമില്ല. അത് വേറൊരു ഇപ്പൊ കൊണ്ടുപോകണം. നീ അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിക്കൊണ്ടിരുന്ന അങ്ങനെ എത്തേണ്ട സ്ഥലം എത്തണു. മറ്റേ ഒഡീസ എല്ലാവരും കണ്ടോ? ഞങ്ങൾ കണ്ടിട്ടില്ല. കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തവരൊക്കെ പടം കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പോകാറുണ്ട്. കൊച്ചു പിള്ളേര് പോകണം. അയ്യോ ക്യാമ്പ് തിരിക്കാം. പിള്ളേരാണല്ലോ. അനുമാനെ what are you doing now? സ്റ്റേയോ? അപ്പൊ മറ്റേ മാത്രല്ല 3 വേറെ പഠിച്ചത്. അത് പഠിച്ചു. സ്റ്റിക്കറുണ്ട് ഇങ്ങനെ നമുക്ക് പിന്നെ മസിലിനൊന്നും ആവശ്യമില്ല. നമ്മള് പണ്ടേ നമുക്ക് സിക്സ് പാക്ക് ബോഡി ഷോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഗിയറിലൊക്കെ ഇങ്ങനെ ബലം പിടിച്ചിരിക്കണം. പക്ഷെ നമുക്ക് മനസ്സിലാവുന്നില്ല. എനിക്കതിനെ ആവശ്യമില്ല. എല്ലാരും വേണേ ഞങ്ങൾക്ക് ജിമ്മിന്റെ ആവശ്യമില്ല. ബോഡിയുടെ ജിമ്മ കാരണം ചേച്ചിയുടെ പിന്നെ വേറെ എന്താണ് ഹേ പരിപാടി? ഹേ
സ്ഥലം എത്തണു. നിങ്ങള് നമ്മുടെ വീഡിയോസ് ഐ മീൻ എന്റെ വ്ളോഗ് മൊത്തം കാണണേ. ആരും ഇടയെന്ന് വെച്ചിട്ടിട്ട് പോകരുത്. ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇഷ്ടപ്പെടും. അതെ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സാധനം പഠിക്കുമ്പോ മര്യാദക്ക് പഠിക്കണം. 500 പ്രാവശ്യം ഏതാ പറഞ്ഞ വാക്ക് ഏതാ ഡെസ്റ്റിനേഷൻ ആണോ? നമ്മള് പള്ളിക്കൂടത്തിലൊന്നും പോവാത്തോണ്ടേ അതും കൂടി പറഞ്ഞറിയിക്കേ. പുറകിലിരിക്കണ മോൻ 9ാം ക്ലാസ്, ഇവൻ 12ാം ക്ലാസ്, ഞാൻ 15ാം ക്ലാസ്. 5 ദിവസം പോയിട്ടുള്ളൂ, മനസ്സിലായില്ല. ആകെ 5 ദിവസം പോയിട്ടുള്ളൂ. അത് വിടില്ലേ? വണ്ടി അവിടെ പറഞ്ഞ് നേരെ ബാങ്കിന്റെ തന്നെ വന്നിട്ടാ. ഞങ്ങള് സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മുടെ അലങ്കമാലിയാണ്. അലങ്കമാലി കേട്ടിട്ടുണ്ടോ എല്ലാരും? വീഡിയോ എടുക്കണതിന്റെ എല്ലാ സംഭവങ്ങളും ഒന്ന് കാണിച്ചു തരാട്ടാ. ജസ്റ്റ് ഓരോ സാധനങ്ങൾ. ഞങ്ങളുടെ സ്ഥലത്തെത്തി. ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോയി വീഡിയോ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്ന് നമ്മളോട് സംസാരിക്കും, നമ്മളോട് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. എല്ലാം കഴിഞ്ഞ് എല്ലാവരും ബായിക്ക് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ആദ്യം കുറച്ച് ഫിക്സ് വെച്ചു. ആ ഡാൻസ് സമയത്താണ് അതൊന്നും വർക്കൗട്ടായില്ല. അവസാനം തീരണ സമയത്ത് സാമാനം എടുത്തിച്ചിട്ട് തേച്ചു. മറ്റേ ചക്കപ്പുഴുക്ക് കണ്ടന്റ് കൊണ്ട് ഇങ്ങനെ തോണ്ടിയെടുത്ത് കണ്ണിട്ട് തുറക്കാനും പറ്റുള്ള കണ്ണിട്ട് അടിച്ചു പോയി തോന്നുന്നു. അതായത് നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ആകെ ഞങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്നാ പറഞ്ഞാൽ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്. അതിവിടെ ആണോ? അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വണ്ടി കയറട്ടോ, നമ്മുടെ വണ്ടി. നമ്മൾ കാറിൽ കയറിയാൽ ആദ്യം സീറ്റ് ബെൽറ്റ് നിർബന്ധം. ഷൂട്ടിംഗ് പരിപാടി കഴിഞ്ഞു. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലേ നമ്മൾ ഒരുപാട് നേരം ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും എടുക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മളങ്ങനെ പിന്നെ എല്ലാവർക്കും പിന്നെ എല്ലാവരും ഉന്നയിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്. നമ്മളെല്ലാവരെയും നമ്മള് പറഞ്ഞേക്കണേ, എന്നാലും ഇടയ്ക്കിടയ്ക്ക് പറയണ്ടേ. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതായത് എന്തിനാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇത് ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ നമ്മുടെ. ആക്ച്വലി ഞങ്ങൾക്ക് അങ്ങനെ വ്ളോഗൊന്നും ചെയ്തിട്ട് പരിചയമില്ല. അപ്പൊ അതിൻ്റെതായ മറ്റേ പൊരുത്തക്കേടുകൾ ഉണ്ടാവും, എല്ലാവരും പൊറുക്കണം. അപ്പൊ നമ്മുടെ വീഡിയോ ഞങ്ങള് ഇനിയും ഇതുപോലുള്ള വീഡിയോസേ വ്ളോഗൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ. എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മോശമാണ് വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ആകെ നമ്മൾ ഫുൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആകെ കാണുന്നത് 10, 20, 30, 75 പേരാ. അപ്പോ നമ്മുടെ ബ്ലോഗുകളായിട്ട് ഇനി വേണമെങ്കിൽ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ഡെയിലി അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റേ ബെൽ ബട്ടണിൽ ടക്ക് ടക്ക് 2 മണി അടിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോസ് നമ്മൾ ഇടുന്നത് നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷനായിട്ട് വരും. അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അനുബൈ. ഓക്കെ ബൈ. ഓക്കെ ബൈ.